ഓം ശ്രീ സായിറാം. 1964-65 കാലഘട്ടത്തിലാണ് ഭഗവാൻ ശ്രീ സത്യസായി ബാബ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരുന്നത്, അഥവാ ഞങ്ങൾ സായി കുടുംബത്തിൽ അംഗങ്ങളാകുന്നത്. അക്കാലത്ത് ഒരു ദിവസം അച്ഛൻ ബാബയുടെ ചില്ലിട്ട ഒരു ചെറിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ കൊണ്ടുവരികയും അത് വീടിൻ്റെ ചുവരിൽ ഉറപ്പിക്കുകയും ചെയ്തു. അതിന് മുന്നിലായി ഒരു മേശയിടുകയും അതിന്മേൽ ഒരു നിലവിളക്ക് വയ്ക്കുകയും ചെയ്തു. ദിവസേന രാവിലെയും സന്ധ്യാസമയത്തും നിലവിളക്ക് കൊളുത്തുകയും ബാബയുടെ ഫോട്ടോയിൽ നിത്യവും ഒരു പൂമാല കെട്ടിയിടുകയും വേണമെന്ന് അമ്മയ്ക്ക് നിർദ്ദേശം നൽകി. അമ്മയ്ക്ക് ഈ നിർദ്ദേശത്തോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇനി ഈ ഒരു പണിയും കൂടിയായി എന്ന് അമ്മ സ്വയം പറഞ്ഞു. അമ്മയുടെ വീട് മൂവാറ്റുപുഴ പുഴക്കരക്കാവിന് സമീപമായിരുന്നു. അമ്മയെ സംബന്ധിച്ച് പുഴക്കരക്കാവിലമ്മയായിരുന്നു ദൈവം. മറ്റൊരു രൂപത്തെയും സ്വീകരിക്കാൻ അമ്മയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും അച്ഛൻ്റെ നിർദ്ദേശം പാലിച്ചുകൊണ്ട് അന്ന് സന്ധ്യയ്ക്ക് തന്നെ അമ്മ വീട്ടുമുറ്റത്തു നിന്നും തുളസിയും ചെമ്പരത്തിപ്പൂവും എല്ലാം പറിച്ചെടുത്ത് ഒരു മാല കെട്ടിയുണ്ടാക്കി ബാബയുടെ ചിത്രത്തിൽ ചാർത്തി. നിലവിളക്ക് കൊളുത്തുകയും ചന്ദനത്തിരി കത്തിക്കുകയും ചെയ്തു. അന്ന് രാത്രി അമ്മയ്ക്ക് ഒരു സ്വപ്ന ദർശനമുണ്ടായി. സർവാലങ്കാര വിഭൂഷിതയായ പുഴക്കരക്കാവിലെ അമ്മയെയാണ് അമ്മ ദർശിച്ചത്. ചിറപ്പ് മഹോത്സവത്തിന് മാത്രം അണിയുന്ന ആടയാഭരണങ്ങൾ ദേവി ധരിച്ചിരുന്നു. അമ്മ ഭക്തിപൂർവം കൈകൂപ്പി നിന്നു. പെട്ടെന്ന് അമ്മയുടെ കണ്ണുകൾ അതിശയം കൊണ്ട് വിടർന്നു. പുഴക്കരക്കാവിലമ്മയുടെ കഴുത്തിലേക്ക് സൂക്ഷിച്ചു നോക്കി. അതാ താൻ തലേന്ന് സന്ധ്യയ്ക്ക് കെട്ടിയുണ്ടാക്കി ബാബയുടെ ഫോട്ടോയിൽ ചാർത്തിയ പൂമാല തൻ്റെ ദേവിയുടെ കഴുത്തിൽ. അമ്മയ്ക്ക് വിശ്വസിക്കാനായില്ല. പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. താൻ ബാബയുടെ ഫോട്ടോയിൽ ചാർത്തിയ മാല ചെന്ന് വീണത് തൻ്റെ പുഴക്കരക്കാവിലമ്മയുടെ കഴുത്തിലാണ് എന്ന് അമ്മയ്ക്ക് ബോധ്യമായി. അതോടെ അമ്മയ്ക്ക് വിശ്വാസമുറച്ചു. പുഴക്കരക്കാവിലമ്മയും ബാബയും രണ്ടല്ല ഒന്നാണ് എന്നുറച്ചു. പിന്നീട് ശാരീരികമായി വയ്യാതാകുന്നതുവരെ അമ്മ സ്വാമിക്കുള്ള മാല ഒരിക്കലും മുടക്കിയിട്ടില്ല. മറ്റൊന്ന്, ഞാൻ അന്ന് 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഞങ്ങളുടെ വീട്ടിൽ സായി ഭജൻ തുടങ്ങിയ കാലം. അച്ഛൻ മൂവാറ്റുപുഴ പോസ്റ്റ് ഓഫീസിലാണ് ജോലി. അച്ഛൻ മൂവാറ്റുപുഴ സമിതിയിൽ പതിവായി ഭജനയ്ക്ക് പോകുമായിരുന്നു. അവിടെ നിന്നും പഠിച്ച ഭജനകൾ കുട്ടികളായ ഞങ്ങളെ പഠിപ്പിക്കും. നിത്യവും സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തി സ്വാമിയുടെ ചിത്രത്തിന് മുന്നിലിരുന്ന് ഭജന പാടാൻ നിർദ്ദേശിക്കുകയും ചെയ്യും. ആയിടയ്ക്ക് പഠിച്ച ഒരു ഭജനയാണ് രാധേ 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 ഗോവിന്ദ വൃന്ദാവന ചന്ദ്ര വൃന്ദാവന ചന്ദ്ര അനാഥനാഥ ദീനബന്ധോ രാധേ ഗോവിന്ദ. ഈ ഭജന എൻ്റെ ഒരു നോട്ട് ബുക്കിൻ്റെ പിന്നിൽ ഞാൻ പിന്നിൽ നിന്നുള്ളൊരു പേജിൽ കുറിച്ചു വച്ചിരുന്നു. പെൻസിൽ കൊണ്ടാണ് എഴുതിയിരുന്നത്. ഇന്നത്തെ കാലമല്ല. പ്രൈമറി ക്ലാസ്സിൽ അന്ന് ഞങ്ങൾക്ക് പെൻസിൽ മാത്രമേ ഉള്ളൂ. പേന വളരെ അപൂർവമാണ്. വലിയ പണക്കാർക്ക് മാത്രമേ അന്ന് പേന ഉണ്ടായിരുന്നുള്ളൂ. ക്ലാസ്സിൽ എൻ്റെ തൊട്ടടുത്തിരുന്നത് എൻ്റെ അയൽവാസിയായ ഒരു ഗോവിന്ദൻ നായരായിരുന്നു. അവൻ്റെ അച്ഛൻ ഹോട്ടൽ ഉടമയായിരുന്നു. അന്നത്തെ കാലത്ത് സാമാന്യം പണക്കാരൻ. അവന് സ്വന്തമായി പേനയുണ്ടായിരുന്നു. ഇൻ്റർവെൽ സമയത്ത് ഞാൻ അവനോട് പേന ചോദിച്ചു വാങ്ങി. പെൻസിൽ കൊണ്ട് എഴുതിയ ഭജൻ അതിന് മുകളിലൂടെ പേന കൊണ്ട് തെളിച്ചെഴുതാൻ തുടങ്ങി. എൻ്റെ കൂട്ടുകാരൻ ഞാൻ എഴുതുന്നതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അപ്പോഴേക്കും ഇൻ്റർവെൽ കഴിഞ്ഞു. അധ്യാപകൻ ക്ലാസ്സിൽ വന്നു. ഉടനെ എൻ്റെ കൂട്ടുകാരൻ എഴുന്നേറ്റ് നിന്ന് സാറിനോട് പറഞ്ഞു, സാറേ, ഇവൻ എൻ്റെ വീട്ടുകാരെ പറ്റി പാട്ടെഴുതുകയാണ്. സാറ് എൻ്റെ അടുത്ത് വന്ന് നോട്ട് ബുക്ക് വാങ്ങി നോക്കി. ഞാൻ പേന കൊണ്ട് തെളിച്ചെഴുതിയിരിക്കുന്ന ആ ഭജന അദ്ദേഹം വായിച്ചു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ചുവന്നു. കയ്യിലിരുന്ന ചൂരൽ കൊണ്ട് എന്നെ തലങ്ങും വിലങ്ങും അടിച്ചു. എൻ്റെ കൈകളും കാലുകളും പൊട്ടി ചോര വന്നു. അത്ര ദേഷ്യത്തിലാണ് അധ്യാപകൻ എന്നെ അടിച്ചത്. ഇത്ര ചെറുപ്പത്തിലേ ഇത്തരത്തിൽ വീട്ടിലുള്ളവരെ പറ്റി പാട്ടെഴുതാൻ തുടങ്ങിയാൽ വലുതാകുമ്പോൾ നീ എന്തെല്ലാം എഴുതും എന്ന് ദേഷ്യത്തിൽ ആക്രോശിച്ചു. എൻ്റെ കൂട്ടുകാരൻ്റെ പരാതിക്കും
അവനെയും അവൻ്റെ വീട്ടുകാരെയും നല്ലവണ്ണം അറിയാമായിരുന്ന അധ്യാപകൻ്റെ ദേഷ്യത്തിനും കാരണമുണ്ട്. ഞാൻ എഴുതി വച്ചിരുന്ന ഭജനയിൽ മുഴുവനും അവൻ്റെ വീടും വീട്ടുകാരുമായിരുന്നു. അവൻ്റെ പേര് ഗോവിന്ദൻ, രാധ അവൻ്റെ സഹോദരിയുടെ പേര്, വൃന്ദാവനം അവൻ്റെ വീട്ടുപേര്, ചന്ദ്രൻ അവൻ്റെ ജ്യേഷ്ഠൻ്റെ പേര്. പോരേ പൂരം, സാർ അടിച്ചതിൽ അതിശയമില്ല. ഞാൻ വീട്ടിൽ വന്ന് അച്ഛനോട് സങ്കടം പറഞ്ഞു. അച്ഛൻ പറഞ്ഞു തന്ന ഭജന എഴുതിയതിനാണ് എനിക്ക് ഇത്ര ക്രൂരമായ തല്ലുകൊള്ളേണ്ടി വന്നത്. എനിക്ക് കരച്ചിലടക്കാനായില്ല. ഇന്നാണെങ്കിൽ ഉടനെ ആ അധ്യാപകനോട് കാരണം ചോദിക്കുകയും അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ തുനിയുകയും ചെയ്യുമായിരുന്നു. പക്ഷേ അന്നത്തെ കാലം അങ്ങനെയല്ല. അച്ഛൻ സമാധാനിപ്പിച്ചു. സാരമില്ല, നീ സ്വാമിയുടെ ഭജന എഴുതിയതിനല്ലേ തല്ലുകൊണ്ടത്? സ്വാമിയോട് തന്നെ ചോദിക്ക് എന്തിനാണ് എന്നെ തല്ലുകൊള്ളിച്ചതെന്ന്. അന്നത്തെ കുഞ്ഞു മനസ്സിന് മറ്റൊന്നും ചെയ്യുവാനുണ്ടായിരുന്നില്ല. മനം നൊന്ത് സ്വാമിയോട് തന്നെ കരഞ്ഞു പറഞ്ഞു. സമാധാനമായി. അന്ന് രാത്രി സ്വാമി സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അടിയേറ്റ് പൊട്ടിയ എൻ്റെ കൈകൾ തലോടി. നിന്നെ സാറ് വല്ലാതെ തല്ലിയല്ലേ? സാരമില്ല, ഇനി നിന്നെ ഒരു സാറും ഒരിക്കലും തല്ലില്ല, സ്വാമി നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു. രാവിലെ ഉണർന്നപ്പോൾ അച്ഛനോടും സ്വപ്നത്തെപ്പറ്റി പറഞ്ഞു. അച്ഛനും വികാരവിവശനായിപ്പോയി. പിന്നീട് അതെല്ലാം മറന്നു. വർഷങ്ങൾക്ക് ശേഷം എൻ്റെ സ്കൂൾ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി. അന്ന് ലഭിച്ച ആ ചൂരൽ പ്രഹരത്തിന് ശേഷം എൻ്റെ വിദ്യാർത്ഥി ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരധ്യാപകൻ്റെ കയ്യിൽ നിന്നും എനിക്ക് തല്ലു വാങ്ങേണ്ടി വന്നിട്ടില്ല. സ്വാമി വാക്ക് പാലിച്ചു.